മനസ്സ് വിഷമിക്കരുതെന്ന് കരുതിയാ ഒന്നും അമ്മ പറയാതിരുന്നത്. അമ്മ തെറ്റ് ചെയ്തില്ലെന്നല്ല, ചെയ്തു. വീട്ടുകാരെ ധിക്കരിച്ച് ഇഷ്ടപ്പെട്ട ആളിന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അമ്മ ചെയ്തു. അതിനുള്ള ശിക്ഷയും കിട്ടി. നമ്മളുടെ അച്ഛന്റെ തലയും കൈ എന്റെ ബന്ധുക്കൾ വെട്ടിമുറുക്കിയപ്പോ അമ്മയ്ക്കത് കാണേണ്ടി വന്നു. മോളെ, കൈക്കുഞ്ഞായിരുന്നു നിന്നെ കൊണ്ട് ജീവിതം ഒടുക്കാൻ ശ്രമിച്ചതോ. നിനക്ക് വേണ്ടി എങ്ങനെ ഞാൻ ജീവിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ഭാര്യയും മകളും അനാഥരാവരുത് എന്നെ അദ്ദേഹം ആഗ്രഹിച്ചുള്ളൂ. സ്വന്തം മോളെ പോലെ ആ മനുഷ്യൻ നിന്നെ സ്നേഹിച്ചു വളർത്തി. ഇതൊക്കെ അറിഞ്ഞ് സങ്കടപ്പെടുന്നുള്ളത് കൊണ്ട് ഒന്നും പറയരുതെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ല. ആ ഒരു കുറ്റം മാത്രമേ മോളോട് അമ്മ ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും ഈ ഷോക്ക് മാറില്ല. കുട്ടിക്ക് കാര്യം അറിയില്ലെന്ന് അമ്മ പറഞ്ഞിരുന്നു. അറിഞ്ഞാൽ താങ്ങാനുള്ള ശക്തിയില്ലെന്ന്. പക്ഷെ അതിനു മുമ്പ് ഞാനത് പറഞ്ഞു പോയിരുന്നു. ഏതായാലും മാഷിന്റെ പ്രശ്നം തീർന്നല്ലോ. അതേപ്പറ്റിയൊന്നും ഞാനിപ്പോ ആലോചിക്കുന്നില്ല. നിങ്ങളെ ഈ ഒരു സാഹചര്യത്തിൽ എത്തിച്ചിട്ട് എനിക്ക് വിജയിക്കണ്ട. മറ്റുള്ളവർക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ അത്യാവശ്യങ്ങൾ പോലും മാറ്റിവെച്ചിട്ടാണ് അച്ഛനും അമ്മയും എന്റെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. മൂത്തവനായ ഞാൻ കുടുംബം നോക്കുന്നുള്ള വിശ്വാസത്തില് ഇത്രയും കാലമായിട്ടും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്നും. സത്യം പറയാലോ കുട്ടി, വീട്ടില് പട്ടിണിയാണ്. എന്റേതിനേക്കാൾ അടുത്തതാണ് കുട്ടിയുടെ അവസ്ഥ എന്നെനിക്കറിയാം. ആരും കുറ്റക്കാരല്ല. ചില കാര്യങ്ങള് ചില സമയത്ത് നമ്മൾ അറിയാൻ ഇടവരുന്നു, അത്രേ ഉള്ളൂ. മരിക്കാനും ഇത്തിരി ധൈര്യം വേണമല്ലോ. എനിക്കതില്ല. കേസിന്റെ വിധിക്ക് കാത്തു നിൽക്കുന്നില്ല. അത് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. നമ്മളിവിടുന്ന് പോവാണ്. ഇറക്കി വിടുന്നതിന് മുൻപ് പോകുന്നല്ലേ നല്ലത്. അമ്മയുടെ ഒരു അകന്ന ബന്ധുവിന്റെ വീട്ടിലേക്ക്. ആ വാതിലും തുറന്നില്ലെങ്കിൽ ഒന്നും അറിയില്ല. അത് അത്ര പെട്ടെന്ന് നമ്മുടെ കാര്യം വിട്ടേക്കോ. മാഷ് രക്ഷപ്പെട്ടു എന്നറിഞ്ഞാ മതി. ഇനി വിളക്ക് വയ്ക്കാൻ ഞാനുണ്ടാവില്ല അച്ഛ. വെങ്കടേശൻ എന്ത് തീരുമാനിച്ചു? ഞാൻ കൂടെ വന്ന നിങ്ങൾക്കതൊരു ഭാരമാവുള്ളൂ. ഞാൻ ഇവിടെ എവിടെങ്കിലും
എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കും. പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ റോട്ടിക്ക് തിരുമ്പിപ്പോവും. നമ്മുടെ സ്കൂൾ ഗവൺമെന്റ് ഏറ്റെടുത്തു. എനിക്ക് ജോലി കിട്ടും. നിങ്ങൾ ദുരിതത്തിലാക്കിയിട്ട് എനിക്കൊരു നേട്ടവും വേണ്ട. എല്ലാം അവസാനിച്ചു എന്ന് കരുതാറായിട്ടില്ല. ഈ വലിയ ലോകത്ത് നമുക്കും തലചായ്ക്കാൻ ഒരിടം കിട്ടും. ദയവ് ചെയ്ത് ഇവിടുന്ന് പോകരുത്. എല്ലാത്തിലും വലുത് മനസ്സമാധാനാണെന്ന് എനിക്കിപ്പോ ബോധ്യായി. നിങ്ങൾ ഇവിടുന്ന് പോയാൽ മരിക്കും വരെ എനിക്കതുണ്ടാവില്ല. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നെനിക്കറിയാം. ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി കേസിന് പോയത് എനിക്ക് വേണ്ടിയായിരുന്നല്ലോ. എനിക്ക് വേണ്ടി തന്നെ വീണ്ടും അപേക്ഷിക്കുകയാണ്. ഇവിടുന്ന് പോകരുത്.